വരൂ. ഇല്ല, വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരില്ല. അടുത്ത് വരരുത്. വാ. വരില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ അമ്മയാ വിളിക്കുന്നത്. വരാൻ. വരൂ. ഇന്ന് നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ സംഭവിച്ചാലും അത് നിന്റെ വിധിയെന്ന് കരുതാനേ എനിക്ക് പറ്റൂ. നിന്റെ ഈ പ്രായത്തിൽ നിന്നെക്കാൾ വാശിയും വികൃതിയൊക്കെ ഉള്ളവളായിരുന്നു ഞാൻ. അന്നൊരു കൂട്ടുകാരി ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചു. അങ്ങനെ തമാശയ്ക്കാണ് ഞാൻ നിന്റെ അച്ഛനെ എന്നിലേക്ക് വലിച്ചഴിച്ചത്. അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴെല്ലാം എന്റെ വാശിയും തമാശയും കൂടിയതേ ഉള്ളൂ. ഒടുവിൽ നീ എന്റെ വയറ്റിൽ പിറക്കുന്നത് വരെ പോയ ആ ബന്ധം പതുക്കെ പതുക്കെ ആരൊക്കെയോ അത് അറിയാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള മാന്യത, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ, സർവോപരി ദൈവത്തെ പോലെ അദ്ദേഹം സ്നേഹിക്കുന്ന നല്ലവളായ അദ്ദേഹത്തിന്റെ ഭാര്യ, ഇതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഇല്ലാതാക്കുവാൻ ഞാൻ തീരുമാനിച്ചത്. അതറിഞ്ഞതും നിന്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, അരുത്, അത് ചെയ്യരുത്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നഷ്ടം വന്നാലും എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയത്. ഇന്നും ഉണ്ട് ആ ഇഷ്ടവും ആദരവും ഒക്കെ എൻ്റെ മനസ്സിൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു പോരൽ പോലെ ഏൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ കഴിഞ്ഞില്ല. എങ്ങനെ കഴിയും? അദ്ദേഹത്തിന്റെ കുഞ്ഞല്ലേ. നിന്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിന്നെ നശിപ്പിച്ചു എന്നൊരു കളവ് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അന്നും അദ്ദേഹം വല്ലാതെ വേദനിച്ചു, കരഞ്ഞു. ഞാൻ പറഞ്ഞു, പിരിയാം, ഇനി ഒരിക്കലും കാണാതിരിക്കാനായി പിരിയാം. ഞങ്ങൾ പിരിഞ്ഞു. അതിൽ പിന്നെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല. ഇന്നും അദ്ദേഹത്തിന് അറിയില്ല മഹേ, നീ ജീവനോടിരിക്കുന്നു എന്ന സത്യം. എല്ലാം മറക്കാനാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത്. അവിടെ വെച്ചായിരുന്നു നിന്റെ ജനനം. 3 വർഷം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴേക്കും നിന്റെ അച്ഛൻ എല്ലാവരും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനായി കഴിഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. എങ്കിലും കാണാനോ ഓർക്കാനോ ഞാൻ ശ്രമിച്ചതേയില്ല. പക്ഷെ നിന്നെ മറക്കാൻ എനിക്കായില്ല. ഏതു നേരവും കൈനീട്ടിയെടുക്കാവുന്ന ദൂരത്തിലാക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ശിവപ്രസാദിനെ ഏൽപ്പിച്ചതും. പലപ്പോഴും നിന്റെ മുമ്പിൽ വന്ന് ഇതാമായി ഈ ഞാനാണ് നിന്റെ അമ്മയെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനെ ഓർത്താണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്താണ്, സ്നേഹബന്ധങ്ങളെ ഓർത്താണ്. എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്നറിഞ്ഞാൽ ആരെങ്കിലും പഴയ കഥകൾ ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാം നശിപ്പിക്കില്ലേ? അത് നിന്റെ അച്ഛനെ ബാധിക്കില്ലേ? അദ്ദേഹം ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ നിന്നെ കാണാൻ പോലും വരാതിരുന്നത്. പക്ഷെ നീ വല്ലാതെ വാശി പിടിക്കുന്നു. ആ അച്ഛൻ ആരാണെന്നറിയാൻ അതിനുവേണ്ടി സ്വയം നശിക്കുന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. അറിഞ്ഞിട്ട് എന്ത് നേടാനാണ്? ദുഃഖമല്ലാതെ ഒരിറ്റ സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ നിനക്കാവില്ല. പിന്നെ എന്തിനാണ് വെറുതെ എന്നെ ശല്യം ചെയ്തതുപോലെ അദ്ദേഹത്തെ ശല്യം ചെയ്യാനോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാ പോലും. എനിക്കറിയാം, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവളാണ് നീ.
നിന്നോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് ഈ അമ്മ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. പക്ഷെ ഞാൻ നിന്റെ കാല് വീണ് കേണ് അപേക്ഷിക്കുകയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിന്റെ അച്ഛനോട് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? മറന്നൂടെ? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിങ്ങൾ എന്നെ എത്രമാത്രം തെറ്റിദ്ധരിച്ചു പോയി എന്ന് ആലോചിക്കായിരുന്നു. അമ്മ ഈ പറഞ്ഞ കഥകളൊക്കെ എപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പറയുമായിരുന്നല്ലോ എനിക്ക് എന്റെ അച്ഛൻ അറിയണ്ട എന്ന്. പിന്നെ എന്തിനായിരുന്നു അമ്മ ഇത്രയും കാലം എന്നെ വെറുതെ? ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കറിയണ്ട എന്റെ അച്ഛൻ ആരെന്ന്. ഇനി ഒരിക്കൽ പോലും ഞാനത് ചോദിക്കുകയില്ല. എന്റെ അമ്മ സന്തോഷവതിയായിരിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ ചെയ്യണോ? നീ പറയുന്നതൊക്കെ സത്യമാണ് മായ, സത്യം. ഇതോർത്ത് ഇനി അമ്മ വിഷമിക്കരുത്. ഞാൻ ഒരിക്കലും അമ്മയെ ശല്യപ്പെടുത്തില്ല. അമ്മ പൊയ്ക്കോളൂ. മായ, ഞാൻ എന്റെ അമ്മയെ കണ്ടുപോയില്ലേ, സംസാരിച്ചു പോയില്ലേ? ഇനി മറക്കാൻ എനിക്കാവില്ല. ആരും കാണാതെ വല്ലപ്പോഴൊക്കെ ഒരിത്തിരി സ്നേഹം എനിക്ക് തന്നൂടെ? ഒരമ്മയുടെ സ്നേഹം. കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചു പോയതാണ്. എന്തിനാ കുട്ടി എന്നെ എങ്ങനെ ശിക്ഷിച്ചത്? ഇതൊക്കെ എന്താണമ്മേ? ഒക്കെ നിന്റെ ഫോട്ടോകളാ. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കഴിഞ്ഞ മാസം വരെ ഉള്ളത്. ഓരോ ബർത്ത്ഡേക്കും ശിവപ്രസാദ് ഹോസ്റ്റലിൽ വന്ന് നിന്റെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നില്ലേ? പേരൻസിന് അയച്ചു കൊടുക്കാനാണെന്നും പറഞ്ഞ് ആ ഫോട്ടോകളാണ് ഇതൊക്കെ. ഇനി ഇതുകൂടി ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ട് അയക്കാതിരുന്ന ബർത്ത്ഡേ കാർഡുകളും ന്യൂ ഇയർ കാർഡുകളുമാ. എപ്പോഴാ നീ ഹോസ്റ്റലിൽ പോകേണ്ടത്? അമ്മ വിടുമ്പോ. കൂട്ടുകാരികൾ ചോദിക്കില്ലേ കുറെ ദിവസം എവിടെയായിരുന്നെന്ന്? എന്താ പറയേണ്ടത്? പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല അമ്മയുടെ കൂടെ ആയിരുന്നു എന്ന്. അയ്യോ, ഇതെന്തിനാ അമ്മേ? ഓ അതോ, വെറുതെ സുരക്ഷയ്ക്ക് വേണ്ടി. നിന്നെ പോലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ, ചുറ്റും ശത്രുക്കളാ, ആരെയും വിശ്വസിക്കാനാവില്ല. അമ്മേ, എന്താ മായി കാണിക്കണേ? അതവിടെ വെച്ചേ. എന്റെ അച്ഛൻ ആരെന്ന് പറ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. വേഗം പറ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. എളുപ്പം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. വെറുതെ അല്ലേ അമ്മേ തമാശക്ക്? അമ്മ വിഷമിച്ചു പോയല്ലേ? എന്നെ ഇപ്പോഴും അങ്ങനെയാണോ കരുതിയത്? അതാദ്യം ഇങ്ങനെ കൊണ്ടുവാ. ഓ, അല്ലെങ്കിൽ ഞാനിപ്പോ ഡിങ്. ഞാൻ ശിവപ്രസാദിനോട് പറയാൻ പോവാ. എന്ത്? നിനക്ക് കോളേജിൽ നിന്ന് 2 ദിവസം കൂടി ലീവ് എടുക്കാൻ. അത്രയും നേരമെങ്കിലും ഒരുമിച്ചിരിക്കാമല്ലോ. താങ്ക്സ്. നാളെ നമുക്ക് വെക്കേഷൻ ബംഗ്ലാവിലേക്ക് പോവാം.